വിശദമായ വാർത്തകളിലേക്ക്. ആർജെഡി നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ജോലിക്ക് പകരം ഭൂമി കോഴക്കേസിലാണ് ചോദ്യം ചെയ്യൽ. തേജസ്വി യാദവിനോടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബീഹാറിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇഡി നടപടി. എൻഡിഎയിലെത്തിയ നിതീഷിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. ബീഹാറിൽ 9 കോൺഗ്രസ് എംഎൽഎമാരുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കും. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, നിതീഷ് കുമാർ വിട്ടതോടുകൂടി ലാലു പ്രസാദിന് നേരെയുള്ള കുരുക്ക് അത് ഇടി മുറുക്കുകയാണെന്ന് മനസ്സിലാക്കണം. അതേസമയം തന്നെ മറ്റനവധി വിഷയങ്ങൾ കൂടിയുണ്ട്. ഈ കോൺഗ്രസിലെ 9 എംഎൽഎമാർ എവിടെയെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. അതോടൊപ്പം ഈ ന്യായയാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ് സമഗ്രമായ വിവരങ്ങൾ? ആര്യ, ബീഹാറിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നാലെ ആർജെഡി നേതാവ് ലാലു പ്രസാദ് യാദവിനെതിരെ ഇഡി നീക്കം കടുപ്പിക്കുകയാണ്. ഇഡി ഇന്ന് ചോദ്യം ചെയ്യാൻ പാറ്റ്നയിലെ ഓഫീസിൽ എത്താൻ ഇഡി ഉദ്യോഗസ്ഥർ ലാലു പ്രസാദ് യാദവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 11 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അല്ലാത്തപക്ഷം ഇഡി ഉദ്യോഗസ്ഥർ ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹിയിൽ നിന്നുള്ള ഇഡി ഉദ്യോഗസ്ഥരുടെ സംഘം ചോദ്യം ചെയ്യലിന് വേണ്ടി പാറ്റ്നയിൽ ഇന്നലെ വൈകിട്ടോടുകൂടി എത്തുകയും ചെയ്തു. ജോലിക്ക് പകരം ഭൂമി കോഴ കേസിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുക. ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലയളവിൽ 2004-2009 കാലയളവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഈ ജോലി ലഭിച്ച ഡി ഗ്രൂപ്പ്, റെയിൽവേയിൽ ഡി ഗ്രൂപ്പിലേക്ക് ജോലി ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ ഭൂമി ലാലു പ്രസാദ് യാദവിന്റെ ബന്ധുവിന്റെ ഒരു കമ്പനിക്ക് കുറഞ്ഞ വിലയ്ക്ക് നൽകി എന്നാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ആദ്യം CBI എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇഡി പറയുന്നത്. PMLA ആക്ടുകളും ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ ഹാജരാകാനാണ് തേജസ്വി യാദവിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആർജെഡി നേതാവ് ലാലു പ്രസാദ് യാദവിനെതിരെ ഇഡി നീക്കം കടുപ്പിക്കുകയാണ്. ഏതായാലും അതിനിടയിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ, അതായത് ബീഹാറിലെ നിർണായകമായ രാഷ്ട്രീയ നീക്കം എതിർചേരിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മലക്കമറിച്ചിലിന് പിന്നാലെ നിതീഷ് കുമാറിനെതിരെ പ്രതിപക്ഷ ചേരിയിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനമാണ് ഉണ്ടാകുന്നത്. നിതീഷ് കുമാർ വഞ്ചിച്ചു എന്നാണ് ജയറാം രമേശ് പറയുന്നത്. നിതീഷ് കുമാർ ചതിയൻ എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പറയുന്നു. ഇന്ത്യ മുന്നണിക്കായി നിതീഷ് ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്തില്ല എന്നാണ് DMK MP TR ബാലുവിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബീഹാറിൽ കഴിഞ്ഞ ദിവസം മുതൽ ഈ 9 കോൺഗ്രസ് MLA-മാരെ കാണാനില്ലായിരുന്നു. അവരുമായി നേതൃത്വത്തിന് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. നിയമസഭാ കക്ഷിയോഗം വിളിച്ച് അവരുമായി ചർച്ച നടത്താൻ വേണ്ടി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഉൾപ്പെടെ ഈ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന വിവരങ്ങളും ഇപ്പോഴും പുറത്തുവരികയാണ്. അത് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ നിതീഷ് കുമാർ NDA സഖ്യത്തിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിലാണ് ഈ ഭാരത് ജോഡോ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ബംഗാളിൽ നിന്നാണ് ഈ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കത്തിന് നിതീഷ് NDA സഖ്യം ഇപ്പോൾ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ BJPക്ക് 6 സീറ്റുകളായിരുന്നു ബീഹാറിൽ നേടിയത് എങ്കിൽ ഇത്തവണ JDU-യുമായി സഖ്യം ചേരുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് BJP കണക്കുകൂട്ടലുള്ളത്. ഒരു വലിയ സംസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഒരു വലിയ സംസ്ഥാനത്തെ കൂടെ ഒപ്പം ചേർത്ത് നിർത്താൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം BJPക്കുണ്ട്. ഒപ്പം ഈ OBC വിഭാഗത്തിൽ നിന്ന് ഈ ജാതി സെൻസസ് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്ന NDAയിലെ പ്രമുഖനായ ഒരു നേതാവിനെ കൂടെ ചേർക്കാൻ കഴിഞ്ഞു എന്നതും BJP ആത്മവിശ്വാസമായി തന്നെ കാണുകയാണ്. ഏതായാലും രാഷ്ട്രീയ കരുനീക്കങ്ങൾ ബീഹാറിൽ തുടരുകയാണ്. ആര്യ, തീർച്ചയായും സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സുവി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ നിന്ന് രൂക്ഷമായ വിമർശനം നിതീഷ് കുമാറിനെതിരെ വരുന്നു. ജയറാം രമേശിന്റെ പ്രതികരണത്തിലേക്ക്.
कोई तोड़ने की कोशिश नहीं हमने की। 23 तारीख को नीतीश कुमार जी ने बैठक बुलाई पटना में, 18 पार्टियां वहां मौजूद थी। बम्बई में बैठक हुई, बेंगलुरु में बैठक हुई, सभी बैठकों में नीतीश कुमार जी मौजूद थे। उन्होंने कोई संकेत नहीं दिया। पर बिहार में कई नेता मौसम वैज्ञानिक होते हैं। बिहार में कुछ ऐसे नेता हैं, आया कुमार गया कुमार, जो गिरगिटों का वो कड़ी मुकाबला देते हैं, वो कड़ी टक्कर देते हैं। पर यह अफसोस की बात है कि आखिरी वक्त पर उन्होंने हमारा हाथ छोड़ा। ये बिल्कुल विश्वासघात है। और बिहार की जनता उनको और उनको नचाने वाले जो बैठे हुए हैं, जो मुहूर्त ढूंढते हैं दिल्ली में बैठकर, 14 तारीख को जब भारत जोड़ो न्याय यात्रा निकाला गया मणिपुर से, उस दिन मिलिंद देवरा को उन्होंने भगा कर ले गया। आज जब हम बिहार में प्रवेश होने वाले हैं, कल नीतीश कुमार को उन्होंने भगवाया। तो ये सब सही वक्त पर बिहार की जनता, जागृत जनता, नीतीश कुमार जी और प्रधानमंत्री को जरूर जवाब देंगे।